താങ്കൾ തന്നെ താണ്ഡവം എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്തു, പിന്നീട് ചതുരംഗത്തിന് ചെയ്തു. എന്നിട്ട് താങ്കൾ തന്നെ പറഞ്ഞു ഇതൊരു നഷ്ടക്കളിയാണ്, ഇത്രയും സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 30 സിനിമയിൽ വേണമെങ്കിൽ പാടാം, ഈ ടെൻഷൻ ഞാൻ എടുക്കുന്നില്ല. ആ ആള് പിന്നെ തീരുമാനം മാറ്റി ഇപ്പോൾ സംഗീത സംവിധാന രംഗത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അതായത് അന്ന് ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് സിനിമയ്ക്ക് വേണ്ടി, താണ്ഡവത്തിന് വേണ്ടി ചെയ്തതല്ല. അത് ഞാനൊരു ആൽബത്തിന് വേണ്ടി ചെയ്ത സോങ് ഷാജി കേൾക്കുകയും ജോണി സഹരി അത് പടത്തിലോട്ട് അഡോപ്റ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ വന്ന് ഒരു എന്താണ് ആക്സിഡൻ്റലായിട്ട് വന്ന് വീണതാണ് ഒന്ന്. അതിനുശേഷം ഞാൻ ആനന്ദ് ചേട്ടൻ്റെ ഒക്കെ നിർബന്ധപ്രകാരമാണ് 1-2 പടങ്ങൾ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത്. പക്ഷെ അന്ന് എനിക്ക് അങ്ങോട്ട് മാനസികമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ കാരണം എഴുതാനും ബാക്കി പോകാനും ഒക്കെ ഉള്ളൊരു മാനസികമായിട്ടുള്ള ഒരു ധൈര്യം കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കതൊരു ത്രില്ലായിട്ട് മാറി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സെറ്റപ്പ് ഉണ്ട് അതിന്. പാട്ട് കുറഞ്ഞതുകൊണ്ടല്ലല്ലോ? അല്ലല്ല, പാട്ട് എനിക്കിപ്പോഴും ഉണ്ട്. ഞാനിപ്പം ഒരു 4-5 പടത്തിൽ പാടിയിട്ടുണ്ട് നല്ലത്. താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രിയദർശനെ കുറിച്ച് പറയും, അദ്ദേഹത്തിൻ്റെ ചില സിനിമകളിൽ വളരെ ഹിറ്റായിട്ടുള്ള ചില പാട്ടുകളുടെ സാമ്യമുള്ള ഈണങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാഞ്ചീപുരത്തിൽ താങ്കൾ സംഗീതം ചെയ്തപ്പോൾ പൊന്നൂഞ്ചൽ തൊട്ടിലെ എന്ന ഗാനത്തിന് കാവാലം NG രാധാകൃഷ്ണൻ ടീമിൻ്റെ കറുകറ കാർമുകിൽ എന്ന വളരെ പ്രശസ്തമായ ഗാനത്തോട് സാമ്യമുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? കറുകറ കാർമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളും സാമന്ത മലഹരി എന്ന് പറയും. ഈ രാഗത്തിൽ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അല്ല, സാമന്ത മലഹരിയുടെ ഒരു റൂട്ട്, അതായത് ചില ഇതുണ്ടല്ലോ, നമ്മൾ ചില വഴി എന്ന് പറയുമല്ലോ, ചില രാഗത്തിന് പല വഴി പോവാം. ഇപ്പോൾ കല്യാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല വഴി പോയിട്ട് മനോരമ ഓഫീസിൽ വരാം. പക്ഷേ ഈ രാഗത്തിന് ഒരു വഴിയേ ഉള്ളൂ. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ആ രാഗം ഞാൻ എടുത്തപ്പോൾ അത് എന്താണ്, പിന്നെ കാവാലം MGRൻ്റെ രാഗം ഞാൻ മോട്ടിച്ചു എന്നുള്ളത് വന്നേക്കാം. പക്ഷേ ആ പാട്ട് കേട്ടാൽ അങ്ങനെയല്ല വന്നത്. പക്ഷേ ഈ പ്രിയൻ ഇങ്ങനെ പ്രേരിപ്പിക്കും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും? അല്ല, പ്രിയൻ പ്രേരിപ്പിച്ചൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആ പ്രിയൻ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നൂഞ്ചൽ തൊട്ടിലേ മയ്യഴക് മെത്തയിലേ മാനേ നീ ഉറങ്ങ് ഉറങ്ങ് ആരാരു 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 ആരീരാരാരു. അത് ഒരു കുട്ടി ജനിച്ച് നൂല് കെട്ടാൻ നേരത്ത് കുറേ വൃദ്ധകളും എല്ലാവരും കൂടി ഇരുന്ന് പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ 3-4 ട്യൂണ് ചെയ്തു കൊടുത്ത പ്രിയൻ പറഞ്ഞു ഇത് കൊള്ളാമെന്ന് തോന്നി. ഞാൻ പ്രിയൻ്റെ അടുത്ത് പറഞ്ഞു ഇത് സാമന്ത മലഹരി രാഗമാണ്, ഇതിന് കറുകറ ഒരു കുഴപ്പമില്ല, ഇറ്റ് സ്യൂട്ട്സ് ഫോർ മൈ ഫിലിം. ശ്രീകുമാറിന് ദേശീയ അവാർഡ് കിട്ടിയത് 2 പാട്ടുകൾക്കാണ്. ഒന്ന് ഹിസ്കൈനസ് അബ്ദുള്ളയിലെ നാദരൂപിണി എന്ന് തുടങ്ങുന്ന ഗാനം, രണ്ടാമത് വാസന്തി ലക്ഷ്മിയും ഞാനും എന്ന ചിത്രത്തിലെ ചാന്ത് പൊട്ടും ചങ്കേലസും എന്ന ഗാനം. ഈ 2 ചിത്രങ്ങളിലും ഇതിനേക്കാൾ മികച്ച ഗാനങ്ങൾ യേശുദാസ് പാടിയിട്ടുണ്ടായിരുന്നു എന്നൊരു വിചാരം പലർക്കുമുണ്ട്. പ്രമദവനം എന്ന് തുടങ്ങുന്ന ഗാനം ഹിസ്കൈനസ് അബ്ദുള്ളയിലെ, അതുപോലെ ആലിലക്കണ്ണ എന്ന് തുടങ്ങുന്ന ഗാനം വാസന്തി ലക്ഷ്മി എന്ന ചിത്രത്തിലെ. ഈ ഗാനങ്ങളെ മറികടന്ന് അവാർഡ് കിട്ടേണ്ട ഗാനങ്ങളായിരുന്നു താങ്കളുടേത്? അല്ല, അത് രണ്ടാമത് പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നുന്നില്ല. കാരണം അതായത് ചാന്ത് പൊട്ടും ചങ്കേലസും അതിനകത്ത് എനിക്ക് അവാർഡ് കിട്ടിയതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, അതിനകത്ത് എനിക്കൊരു അതിശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിനൊരു നാഷണൽ അവാർഡിൻ്റെ ഒരു അർഹതയുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും തിങ്ക് ചെയ്തിട്ടുണ്ട്, സത്യം. പക്ഷേ നാദരൂപിണി എന്നൊരു പാട്ട് അത് ഒരു ഗായകൻ പാടി നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പ്രമദവനം ഇവിടുള്ള ഒരു 99% ഗാനമേളയിലെ ആൾക്കാർ പാടുന്നുണ്ട്, എന്തുകൊണ്ട് നാദരൂപിണി പാടുന്നില്ല? അപ്പോൾ താങ്കൾ തീർച്ചയായിട്ടും ആ പാട്ട് പാടാനായിരുന്നു കൂടുതൽ വിഷമം, അതുകൊണ്ടായിരിക്കാം അവാർഡ് കമ്മിറ്റിക്കാർ അതിനകത്തിരുന്ന് ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ജൂറി കാണുമായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ, 90 നടന്നാണല്ലോ. അപ്പോൾ ശരിയായ ഒരു തീരുമാനമായിട്ട് തന്നെ താങ്കൾക്ക് തോന്നി? തീർച്ചയായിട്ടും. കാരണം അത് ഞാൻ തന്നെ ഇപ്പോൾ പാടാറില്ല, കാരണം പാടിക്കഴിഞ്ഞാൽ തെറ്റുമെന്നുള്ള ഉറപ്പാണ്. ചിലർക്ക് തോന്നുന്നു താങ്കൾക്ക് അനർഹമായിട്ട് 2 ദേശീയ അവാർഡ് കിട്ടിയെന്ന്. പക്ഷെ താങ്കൾക്ക് തോന്നുന്നുണ്ടാവും അർഹമായ സംസ്ഥാന അവാർഡുകൾ പോലും താങ്കൾക്ക് കിട്ടിയിട്ടില്ല എന്ന്. ഉദാഹരണത്തിന് 93-ന് ശേഷം ഇതുവരെ MG ശ്രീകുമാറിന് ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഓരോ ഭരണം മാറി വരുമ്പോൾ അവരവരുടെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു, അതിനകത്ത് ഇപ്പം എന്ത് പറയാനാ? അല്ല, ഇപ്പോൾ ഈ മാറി മാറി വന്ന ഭരണത്തിൽ ഒന്നും താങ്കളുടെ ഇഷ്ടക്കാരില്ലേ? എനിക്ക് പൊളിറ്റിക്സ് ഇല്ല. കാരണം ഞാൻ അങ്ങനെ, അതായത് എനിക്ക് ഈ LDF ആയാലും UDF ആയാലും അതിനകത്ത് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഇപ്പം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ UDFിലാണ്. കാരണം എൻ്റെ ചേട്ടനുമായിട്ടുള്ള ബന്ധം. കാരണം എൻ്റെ ചേച്ചിയുടെയൊക്കെ കല്യാണത്തിന്
സദ്യ വിളമ്പുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ രവിചേട്ടനും അതുപോലെ തന്നെ പിന്നെ PC ചാക്കോയും ഉമ്മൻചാണ്ടിയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടു വളർന്നത്. അപ്പോൾ അവരോട് എനിക്ക് അനുഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം തലശ്ശേരി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പിണറായി വിജയൻ, അതുപോലെ തന്നെ അച്യുതാനന്ദൻ, പിന്നെ അങ്ങനെ അതിനകത്തുള്ള ഒരുപാട് പ്രേമചന്ദ്രൻ, ഇതിനകത്തുള്ള ഒരുപാട് ലീഡേഴ്സ്. ഞാനിപ്പോൾ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ അവരൊന്നും അല്ലല്ലോ, ഒരു ജൂറിയല്ല ഈ അവാർഡൊക്കെ തീരുമാനിക്കുന്നത്. ആയിരിക്കാം. അപ്പോൾ ആ ആയിരിക്കാം എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. എന്താ അങ്ങനെ എന്തെങ്കിലും അനുഭവമുണ്ടോ? ഇല്ല, അനുഭവമായിട്ടൊന്നും പറയാനില്ല. ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലാതെ അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറയാൻ യോഗ്യനല്ല. Different people, one home. ManoramaOnline.com, your home